വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ നിലവിലെ പ്രതിഫല വിവരങ്ങൾ പുറത്ത്. മോഹൻലാലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം. യുവതാരങ്ങളിൽ പൃഥ്വിരാജും. കളക്ഷനിൽ മലയാള സിനിമയും 150 കോടി പിന്നിടുമ്പോൾ തമിഴിനോടോ തെലുങ്കിനോടോ കിടപിടിക്കുന്നതല്ലെങ്കിലും മലയാള താരങ്ങളുടെ പ്രതിഫലത്തിലും വലിയ മാറ്റമുണ്ട്. നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിലൂടെയും സമാഹരിച്ചതാണ് ഈ പ്രതിഫല പട്ടിക. മോഹൻലാൽ. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം മോഹൻലാലിൻ്റെതാണ്. ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലുണ്ടായ സ്വീകാര്യതയും പുലിമുരുകൻ എന്ന സിനിമയുടെ വിജയവും മോഹൻലാലിൻ്റെ പ്രതിഫലം കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. 2015 3 കോടിയായിരുന്നു മോഹൻലാലിൻ്റെ പ്രതിഫലം. ഇതിൽ 70% മുൻകൂറായി നൽകണം. ജനതാ ഗ്യാരേജിനും പുലിമുരുകനും പിന്നാലെ മോഹൻലാൽ തമിഴ് തെലുങ്ക് സിനിമകൾക്ക് 8 കോടിയും മലയാളം പ്രൊജക്റ്റുകൾക്ക് 4 മുതൽ 5 കോടിയും വരെയുമാണ് ഈടാക്കുന്നത്. ബിഗ് ബജറ്റ് ചിത്രമാണെങ്കിലാണ് 5 കോടി. മലയാളത്തിലെ ഉയർന്ന ആദ്യദിന കളക്ഷനിലും ടോട്ടൽ കളക്ഷനിലും മലയാളത്തിൽ നിലവിലെ റെക്കോർഡ് മോഹൻലാലിനാണ്. മമ്മൂട്ടി. സമീപ വർഷങ്ങളിൽ വമ്പൻ ഹിറ്റുകൾ കൂട്ടിനില്ലാത്ത മമ്മൂട്ടിയുടെ പ്രതിഫലം 2.5 കോടിയാണ്. ഭാസ്കർ ദി റാസ്കൽ വിജയമായതിന് പിന്നാലെയാണ് മമ്മൂട്ടി പ്രതിഫലം 2.5 കോടിയായി ഉയർത്തിയത്. 2017 വമ്പൻ പ്രൊജക്റ്റുകളിൽ കരാർ ചെയ്തിരിക്കുന്ന മമ്മൂട്ടി 50 കോടി പിന്നിട്ട വിജയമായ ദി ഗ്രേറ്റ് ഫാദറിന് പിന്നാലെ പ്രതിഫലം 3 കോടിയാക്കി. ദിലീപ്. കഴിഞ്ഞ 15 വർഷത്തെ ബോക്സ് ഓഫീസ് വിജയങ്ങൾ പരിഗണിച്ചാൽ ആഘോഷ സീസണുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയ നടനാണ് ദിലീപ്. 2 കോടി പ്രതിഫലമായും. ഇതിനു പുറമെ ഓവർസീസ് മധ്യ കേരള വിതരണ അവകാശങ്ങളും ദിലീപ് വാങ്ങാറുണ്ട്. പ്രതിഫലത്തിൽ മമ്മൂട്ടിക്കൊപ്പമാണ് ദിലീപിൻ്റെ സ്ഥാനം. പൃഥ്വിരാജ്. മലയാളത്തിൽ പ്രതിഫലത്തിൽ 4ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജാണ്. സ്വന്തം നിർമ്മാണത്തിലുള്ള ചിത്രം അല്ലെങ്കിൽ 1.5 കോടി മുതൽ 2 കോടി വരെയാണ് പൃഥ്വിയുടെ പ്രതിഫലം. വൻ ബജറ്റിലുള്ള ചിത്രവും കൂടുതൽ ദിവസങ്ങളിൽ ചിത്രീകരണവുമാണെങ്കിൽ 2 കോടിയാണ് പ്രതിഫലം. കർണൻ പോലുള്ള ബിഗ് ബജറ്റ് സിനിമകളുടെ കാര്യത്തിൽ ഇതാവില്ല പ്രതിഫലം. ബോളിവുഡ് തമിഴ് പ്രൊജക്റ്റുകളിൽ മലയാളത്തേക്കാൾ ഉയർന്ന പ്രതിഫലമാണ് പൃഥ്വിരാജ് ഈടാക്കുന്നത്. നിവിൻ പോളി. മലയാളത്തിന് പുറമെ തമിഴിലും തരംഗമായി മാറിയ പ്രേമം എന്ന സിനിമയാണ് നിവിൻ പോളിയുടെ താരമൂല്യവും വിപണി മൂല്യവും ഉയർത്തിയത്. 50 ലക്ഷം പ്രതിഫലമായി വാങ്ങിയിരുന്ന നിവിൻ പോളി തമിഴിലും മാർക്കറ്റ് സൃഷ്ടിക്കപ്പെട്ടതോടെ പ്രതിഫലം ഉയർത്തി. 1 കോടിയാണ് നിവിൻ്റെ പ്രതിഫലം. പ്രേമത്തിന് തൊട്ടു പിന്നാലെ നിവിൻ നായകനായ ചിത്രം സ്വന്തം നിർമ്മാണ സഹകരണത്തിൽ ഉള്ളതായിരുന്നു. തമിഴിൽ 2 ചിത്രങ്ങൾ താരം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളിൽ പ്രതിഫലം മലയാളത്തേക്കാൾ ഇരട്ടിയായിരിക്കും. ദുൽഖർ സൽമാൻ. 2016 വമ്പൻ വിജയങ്ങൾ ഇല്ലെങ്കിലും ദുൽഖർ സൽമാൻ പ്രതിഫലം 75 ലക്ഷമായി ഉയർത്തിയത് ഇതേ വർഷമാണ്. നിലവിലുള്ള ദുൽഖർ പ്രൊജക്റ്റുകളിലേറെയും വൻ പ്രതീക്ഷയുള്ളതാണ്. മലയാളത്തിൽ യുവതാരങ്ങളിൽ ഏറ്റവും ഉയർന്ന ഇനീഷ്യൽ ലഭിക്കുന്നത് ദുൽഖർ ചിത്രങ്ങൾക്കാണ്. ചാർലി, കലി എന്നീ സിനിമകളുടെ ആദ്യദിന കളക്ഷൻ പുതിയ റെക്കോർഡുകളായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴിലും ദുൽഖർ സിനിമകൾ ഒരുങ്ങുന്നുണ്ട്. ഫഹദ് ഫാസിൽ. 2013 തുടർ വർഷങ്ങളിലുമുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഫഹദ് ഫാസിലിൻ്റെ താരമൂല്യം ഇടിഞ്ഞിരുന്നു. മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ ബോക്സ് ഓഫീസിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തിയ ഫഹദ് ഫാസിൽ 75 ലക്ഷം വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത്. തമിഴിൽ ത്യാഗരാജൻ കുമരരാജയുടെ സിനിമയിൽ നായകനായും മോഹൻരാജയുടെ ചിത്രത്തിൽ വില്ലനായും 2017 ഫഹദ് അഭിനയിക്കുന്നുണ്ട്. മഹേഷിൻ്റെ പ്രതികാരം ടീമിൻ്റെ പുതിയ ചിത്രവും ഈ വർഷം തിയേറ്ററുകളിലെത്തും. ടോവിനോ തോമസ്. സ്വഭാവ കഥാപാത്രങ്ങളിൽ നിന്ന് നായകനായി ഉയർന്ന ടോവിനോ തോമസിന് ഗപ്പി എന്ന ചിത്രമാണ് 2016 ഉണ്ടായിരുന്നത്. 30 ലക്ഷമാണ് ഈ സമയം ടോവിനോയുടെ പ്രതിഫലം. ആഷിഖ് സംവിധാനം ചെയ്യുന്ന മായാനദിയിലും ടോവിനോയാണ് ഹീറോ. ഒരു മെക്സിക്കൻ അപാരതയ്ക്ക് പിന്നാലെയാണ് ടോവിനോയുടെ പ്രതിഫലം ഉയർന്നത്. ജയസൂര്യ. വൈവിധ്യമുള്ള കഥാപാത്രങ്ങളിലൂടെ തുടർച്ചയായ വർഷങ്ങളിൽ കയ്യടി വാങ്ങിയ നടനാണ് ജയസൂര്യ. ഹിറ്റ് ചാർട്ടിൽ അമർ അക്ബർ അന്തോണിയും പ്രേതവും സുദീപ് ആത്മീകവുമാണ് സമീപകാലത്തുള്ളത്. 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് ജയസൂര്യയുടെ പ്രതിഫലം. കുഞ്ചാക്കോ ബോബൻ. 2016 ഹിറ്റുകളില്ലാതെ കുഞ്ചാക്കോ ബോബൻ പ്രതിഫലം ഉയർത്തിയിട്ടില്ല. ആസിഫ് അലി. 35 ലക്ഷമാണ് ആസിഫ് അലിയുടെ പ്രതിഫലം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.